ജർമ്മനി ക്യൂറസോവയ്ക്കെതിരെ 7ാം ഗോൾ നേടിയ നിമിഷം സ്കോർ ബോർഡിൽ തെളിഞ്ഞത് ഒരു സാധാരണ സംഖ്യയായിരുന്നു 7-1. പക്ഷേ ഫുട്ബോൾ ലോകത്തിന് അത് വെറും ഒരു സ്കോർ ലൈൻ ആയിരുന്നില്ല. സ്റ്റേഡിയത്തിൽ ജർമ്മൻ ആരാധകർ ആഘോഷിക്കുകയായിരുന്നു. ക്യൂറസോവ് താരങ്ങൾ തലകുനിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ലോകത്തിന്റെ മറ്റൊരു കോണിൽ ബ്രസീലുകാരുടെ മനസ്സിൽ 12 വർഷം പഴക്കമുള്ള ഒരു മുറിവ് വീണ്ടും തുറക്കപ്പെട്ടു. 7-1. ആ രണ്ടക്കങ്ങൾ അവരെ നേരെ കൊണ്ടുപോകുന്നത് 2014 ജൂലൈ 8 ജർമ്മനിക്കെതിരായ സെമി ഫൈനൽ. അന്ന് ബ്രസീലിൽ സൂര്യൻ അസ്തമിച്ചിരുന്നില്ല. ലോകകപ്പ് മത്സരങ്ങൾ സ്വന്തം മണ്ണിൽ തിരിച്ചെത്തിയ സന്തോഷത്തിൽ ഒരു രാജ്യം മുഴുവൻ ആഘോഷത്തിലായിരുന്നു. പെലെ സ്വപ്നം കണ്ട 6ാം കിരീടം സ്വന്തം നാട്ടിൽ ഉയർത്താമെന്ന ആത്മവിശ്വാസം. നെയ്മറുടെ പരിക്കിനെയും ത്യാഗമാക്കി കിരീടം നേടുമെന്ന് വിശ്വസിച്ച ജനത. തിയാഗോ സിൽവ പുറത്തിരിക്കുന്നതും പ്രശ്നമാകില്ലെന്ന് കരുതിയ ബ്രസീൽ ആരാധകർ. മഞ്ഞ ജേഴ്സികൾ ധരിച്ച കുട്ടികൾ, പതാകകൾ വീശിയ കുടുംബങ്ങൾ, തെരുവുകൾ മുഴുവൻ ആഘോഷം. പക്ഷേ മിനെയ്റാവോ സ്റ്റേഡിയത്തിൽ ആ രാത്രി നടന്നത് ഒരു മത്സരമായിരുന്നില്ല. ഒരു രാജ്യം സ്വപ്നം കാണുന്നതിൻ്റെയും ആ സ്വപ്നം തകർന്നു വീഴുന്നതിൻ്റെയും കഥയായിരുന്നു. നായകൻ തിയാഗോ സിൽവയുടെ അഭാവത്തിൽ ഡേവിഡ് ലൂയിസ്, ഫ്രെഡ്, ഹൾക്ക്, വില്ലിയൻ, മാർസലോ, ഡാനിയാൾസ്, ഫെർണാണ്ടിഞ്ഞോ താരനിമിടമായ ബ്രസീൽ ടീം. കണ്ണീരിനെ പുഞ്ചിരിയാക്കി മാറ്റുന്ന ഒരു വിജയം ബ്രസീൽ ആരാധകരും ബ്രസീൽ ജനതയും പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവിച്ചത് ഫുട്ബോൾ ചരിത്രം ഒരിക്കലും മറക്കാത്ത ദുരന്തമായിരുന്നു. 11ാം മിനിറ്റിൽ തോമസ് മുള്ളർ, 23ാം മിനിറ്റിൽ മിറോസ്ലാവ് ക്ലോസെ, 24ാം മിനിറ്റിൽ ടോണി ക്രൂസ്, 26ാം മിനിറ്റിൽ വീണ്ടും ക്രൂസ്, 29ാം മിനിറ്റിൽ ഖെദീറ. സ്റ്റേഡിയത്തിൽ ആരവുമല്ല, കരച്ചിലായിരുന്നു. കുട്ടികൾ മുഖം പുത്തിക്കരഞ്ഞു, അമ്മമാർ കണ്ണീരൊപ്പി. ആരാധകർ വിശ്വസിക്കാനാകാതെ സ്കോർ ബോർഡിലേക്ക് നോക്കി നിന്നു. 5-0. 6 മിനിറ്റിൽ 4 ഗോളുകൾ ബ്രസീലിന്റെ വലയിൽ. 2ാം പകുതിയിൽ ആന്ദ്രേ ഷൂർലെ 2 തവണ കൂടി വല കുലുക്കി. 7-0. അവസാന നിമിഷത്തിൽ ഓസ്കർ നേടിയ ആശ്വാസ ഗോൾ പോലും ആ മുറിവ് ഉണക്കിയില്ല. ബ്രസീൽ താരങ്ങൾ പരസ്പരം നോക്കി നിന്നു. ആരാധകർക്ക് കരയാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. ചിലർ സ്റ്റേഡിയം വിട്ടുപോയി, ചിലർ കസേരയിലിരുന്ന് കണ്ണീർ പൊഴിച്ചു. ഒരു കുഞ്ഞ് ബ്രസീൽ ജേഴ്സി മുഖത്തേക്ക് വലിച്ചിട്ട് കരയുന്ന ചിത്രം അന്ന് ലോകത്തിന്റെ നോവായി മാറി. അവസാനം ജർമ്മനി 7, ബ്രസീൽ 1. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശീയ ദുരന്തങ്ങളിൽ ഒന്ന്. 7-1 എന്നത് ഒരു ഓർമ്മയാണ്, ഒരു മുറിവാണ്, ഒരു രാജ്യത്തിന്റെ കണ്ണീരാണ്. ഇന്നും 7-1 എന്ന് കേൾക്കുമ്പോൾ ലോകം ആദ്യം ഓർക്കുന്നത് ക്യൂറസോവയുടെ തോൽവിയല്ല, 2014 സ്വന്തം മണ്ണിൽ തകർന്നു വീണ ബ്രസീലിനെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ജർമ്മനി ക്യൂറസോവയെ 7-1 തോൽപ്പിച്ച വാർത്ത വന്നപ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വന്നത് ബ്രസീലിനെയാണ്. കാരണം ചില തോൽവികൾ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അവസാനിക്കില്ല. വർഷങ്ങൾ കടന്നുപോകും, തലമുറകൾ മാറും, പുതിയ ലോകകപ്പുകൾ വരും. പക്ഷേ ഫുട്ബോളിൽ 7-1 എന്ന് കേൾക്കുമ്പോൾ ഇന്നും ആദ്യം മുഴങ്ങുന്നത് ഒരു രാജ്യത്തിന്റെ കരച്ചിലാണ്. ബെലോ ഹൊറിസോണ്ടയിലെ ആ രാത്രിയിൽ തകർന്നുപോയ ബ്രസീലിന്റെ കരച്ചിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.